താനും സർക്കാരും ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. PR ഏജൻസിക്ക് വേണ്ടി ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. അഭിമുഖത്തിന് വേണ്ടി ദ ഹിന്ദു ദിനപത്രം ആവശ്യപ്പെട്ട കാര്യം തന്നോട് പറഞ്ഞത് ഹരിപ്പാട് മുൻ MLA ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണ്. താൻ പറയാത്ത കാര്യങ്ങളും അഭിമുഖത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ചു വന്നു. ദ ഹിന്ദു മാന്യമായ നിലപാട് സ്വീകരിച്ച് മാപ്പ് പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി. എൻ്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാറുടെ മകനാണ്. അദ്ദേഹം ഈ ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല, അത് എനിക്കും താല്പര്യമുള്ള കാര്യമാണ്, ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സമയം വളരെ കുറവാണ്, കമ്മിറ്റി മീറ്റിംഗ് ഒക്കെയാണല്ലോ. അതിനിടക്കുള്ളൊരു സമയം ഞാൻ പറഞ്ഞു. അവർ വന്നപ്പോൾ ഇവർ രണ്ടുപേരാണ്. ഒന്ന് ഒരു ലേഖികയാണ്, നമ്മുടെ ഒറ്റപ്പാലത്തുകാരിയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. നേരത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് ഓർക്കുന്നില്ല. ഏതായാലും അവരെ പരിചയപ്പെട്ടു, ഇൻ്റർവ്യൂ ആരംഭിച്ചു. ഇൻ്റർവ്യൂവിൽ പിന്നെ നിങ്ങൾ സാധാരണ സ്വഭാവം അനുസരിച്ച് ഒരുപാട് ചോദ്യം ചോദിക്കുമല്ലോ. ആ ചോദ്യങ്ങളെല്ലാം ഞാൻ മറുപടിയും പറഞ്ഞു, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. അതിലൊരു ചോദ്യം അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് ഞാൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്, അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല, നമുക്കിന്ന് അത്ര സമയവുമില്ല, അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവർ പറഞ്ഞു, നല്ല വിഷമകരമായ ചോദ്യമൊക്കെ ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ നിങ്ങളെല്ലാറ്റിനും നല്ല നിലക്കാണ് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പിരിയുകയും ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ടായി. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണല്ലോ. അറിയാലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത്. ഈ ഒരു ജില്ലയെ, ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേവരെ? പക്ഷെ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ്. ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത്? ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. ഈ ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഹിന്ദുവിന് അഭിമുഖം കൊടുക്കുമ്പോൾ PR ഏജൻസിയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി ദ ഹിന്ദു അഭിമുഖത്തിലെ വിവാദ ഭാഗം PR ഏജൻസിയിൽ നിന്നും വാങ്ങിയോ എന്നതാണ് പരിശോധിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ വാക്കുകൾ കൂടി. ഞാനൊരു PR ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല, ഒരു PR ഏജൻസിയും ഞങ്ങളുടെ ചുമതലയിലില്ല, ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ്, ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല. ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറിന്റെ മകനാണ്. അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിട്ടുള്ളത് ശരിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത്. ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ അടുക്കൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്, ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതൊരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ പിന്നെ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല. അത്തരമെന്നല്ല ഒരു PR ഏജൻസിയും ഞങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഭാഗമായിട്ട് ഒരു PR ഏജൻസിയും പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മാത്രം ഡാമേജ് ആയി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മുഖ്യമന്ത്രി പ്രതികരണങ്ങൾ വീണ്ടും പരിശോധിക്കുന്നു. ഹിന്ദുവിനെതിരെയോ സുബ്രഹ്മണ്യത്തിനെതിരെയോ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തോട് പൊട്ടിത്തെറിച്ച് മുഖ്യമന്ത്രി ഹിന്ദു സ്വീകരിച്ചത് മാന്യമായ സമീപനമെന്നാണ് ന്യായീകരണം. മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. ആ വഴി സ്വീകരിക്കരുത്. എന്ത് മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്? നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. അത് മനസ്സിൽ വെച്ചാൽ മതി. ആ കളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ കളി അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ മുന്നിൽ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്. നിങ്ങൾ കാണണം. മാർഷൽ വി സെബാസ്റ്റ്യനും AK സ്റ്റെഫനും ചേരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ഇന്നത്തെ വാർത്താ സമ്മേളനം സംബന്ധിച്ചുള്ള വിലയിരുത്തലുമായി. മാർഷൽ, ദുരൂഹതകൾ നീങ്ങും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ PR വിവാദത്തിൽ എന്നാണ് കരുതിയത്. പക്ഷേ ദുരൂഹതകളുടെ ആക്കം കൂടുകയാണ്. വ്യക്തമായ മറുപടി പറയുന്നില്ല. ഈ രണ്ടാമത്തെ ആളെക്കുറിച്ച് ഒന്ന് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ആരായിരുന്നു? ആ അഭിമുഖ സമയത്ത് ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിനൊന്നും വ്യക്തതയില്ല. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ആകത്തുകയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? പ്രതീക്ഷ, പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ തന്നെ ഒന്ന് പൂരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള CPIയുടെ പ്രധാന ആക്ഷേപം, അതോടൊപ്പം ADGP അജിത് കുമാറിനെതിരെയുള്ള ആക്ഷേപം, ഇവയെല്ലാം സംബന്ധിച്ച് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തത്. അതനുസരിച്ച് ഒരു ത്രിതല അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. കാരണം നാളെ 15ാം കേരള നിയമസഭയുടെ 12ാമത്തെ സമ്മേളനം നടക്കുമ്പോഴേക്കും മുന്നണിക്കുള്ളിൽ ശക്തമായ ഒരു ഐക്യത്തോടു കൂടി മാത്രമേ നിയമസഭയെ അഭിമുഖീകരിക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് CPIയുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ CPIയുടെ ആവശ്യങ്ങളിൽ വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ADGP അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം DGP നടത്തുമെന്നും ഒപ്പം മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ മനോജ് എബ്രഹാം ഇന്റലിജൻസ് DGP നടത്തുമെന്നും പൂരം കലങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ ക്രൈംബ്രാഞ്ച് ADGP കൂടിയായിട്ടുള്ള H വെങ്കടേഷ് നടത്തുമെന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഒപ്പം തന്നെ പറയുന്നുണ്ട് DGPയുടെ അന്വേഷണ റിപ്പോർട്ട്, ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ DGP അജിത് കുമാറിനെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ചത്. ഇത് ഇപ്പോഴല്ല, ഇതിനു മുമ്പും മുഖ്യമന്ത്രി ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അദ്ദേഹം ആ നിലപാട് തുടരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രതീക്ഷ സൂചിപ്പിച്ച പോലെ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി തൃപ്തനാണ്. അതുകൊണ്ട് തന്നെ ആ ഖേദത്തിൽ താൻ തൃപ്തനാണ്. അതുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളൊന്നുമില്ല എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. എന്നാൽ PR ഏജൻസി ഉണ്ട് എന്നുള്ള നിലപാട് ഹിന്ദു ദിനപത്രം സ്വീകരിച്ചിട്ടുണ്ട്. അവർ നൽകിയിട്ടുള്ള മറുപടിയിൽ അല്ലെങ്കിൽ അവരുടെ ക്ഷമാപണ കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നീട് PR ഏജൻസിയിൽ നിന്ന് തന്നിട്ടുള്ള കുറിപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അത് ഞങ്ങളുടെ ലേഖയുടെ ഭാഗമായിട്ടല്ല, മുഖ്യമന്ത്രി പറഞ്ഞതുമല്ല. പക്ഷേ PR ഏജൻസി തന്നിട്ടുള്ള കുറിപ്പ് ഹിന്ദു പോലെ ഒരു പത്രം പ്രസിദ്ധീകരിക്കണമെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ അറിവില്ല എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. പകരം ചിരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. മറ്റൊന്ന്, മലപ്പുറം ജില്ലയെയും ഒരു സമുദായത്തെയും വളരെയധികം ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രി നടത്തി എന്നുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണത്തിലും ശരി, മാർഷൽ സൂചിപ്പിച്ചതുപോലെ വ്യക്തതയില്ലാത്ത മറുപടിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ കേട്ടത് മുഖ്യമന്ത്രിയിൽ നിന്നും. സ്റ്റെഫിൻ, ഈ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു ഒഴുക്കൻ മറുപടിയുടെ സാഹചര്യം എന്താണ്? രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഈ ADGPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിലൊരു അന്വേഷണം കസേരയിൽ ഇരുത്തി സംരക്ഷിച്ചുകൊണ്ടൊരു അന്വേഷണമാണ് വീണ്ടും നടത്തുന്നത്. CPയുടെ സമ്മർദ്ദം, നാളെ ഇനി സഭ ചേരാൻ പോകുന്നു, ഇതൊക്കെയാണോ അതിന് കാരണമായത്? ഒപ്പം ഈ PR വാദവും അതിൽ കൂടി മുഖ്യമന്ത്രി ഒരു ആമുഖം എന്ന രീതിയിൽ മാത്രമേ കടന്നിട്ടുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. മുഖ്യമന്ത്രി ഇന്നിങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനിടയാക്കിയ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ പ്രജീഷ്, ഏതായാലും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലായി നിൽക്കുന്നത് ഇപ്പോൾ CPI ആണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ADGP അജിത് കുമാറിനെ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തുന്നു, അത് ഭൂഷണമാണോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് ബിനോയ് വിശ്വം പറഞ്ഞ മറുപടി, അധിക നാൾ ADGP MR അജിത് കുമാറിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല, ഇത് പറയുന്നത് CPI ആണ്, ഉടൻ തന്നെ മാറ്റുമെന്നുള്ളൊരു
ധ്വനിയായിരുന്നു ആ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. അത് ഒരു സൂചന തന്നെയായിരുന്നു. കാരണം നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് അത്തരത്തിൽ എം.ആർ. അജിത് കുമാറിനെ മാറ്റുമെന്നൊരു സൂചന തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. ഒപ്പം ഇത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് നേരിട്ട് അറിയിച്ചതുമാണ്. ഇന്നലെയും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ഒരു നിലപാട് CPI-യെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് അനുനയിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോൾ ഏതായാലും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ ഒരു തുടരന്വേഷണം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPI-യെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഏതായാലും അതിൽ CPI-യുമായി ബന്ധപ്പെട്ട ഒരു അതൃപ്തി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം CPI ആദ്യം മുതൽ തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ADGP എം.ആർ. അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയധികം ആരോപണങ്ങൾ മുന്നണിക്കും പാർട്ടിക്കുമെല്ലാം തന്നെ വലിയ തോതിൽ പ്രതിരോധമുണ്ടാക്കിയ ഒരു സ്ഥിതിയിൽ അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടിന് എതിരായിരുന്നു CPI. പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രി ADGP എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് CPI-യെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് തന്നെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ ഏതായാലും പോകേണ്ട എന്നൊരു നിലപാട് CPI എടുക്കുന്നത്. മറ്റ് ഘടകകക്ഷികൾക്കും വലിയ തോതിലുള്ള ഒരു എതിർപ്പുണ്ട്. ഏതായാലും നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ ഇതെല്ലാം തന്നെ പരസ്യമായി പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യതയും മുന്നിൽ കാണണം. പ്രജീഷ്. ശരി, AK സ്റ്റെഫനും മാസ്റ്റർ വി സെബാസ്റ്റ്യനുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CPI ഇക്കാര്യത്തിൽ അതൃപ്തരാണ്. പക്ഷേ DGP-യുടെ റിപ്പോർട്ട് കൂടി വരുന്നത് വരെ അവർ കാത്തിരിക്കുമോ ക്ഷമിക്കുമോ എന്നൊക്കെ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ വരും നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന